നമസ്കാരം. പണ്ടൊക്കെ വടക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്നത് കാണുമ്പോൾ നമ്മൾ മലയാളികൾ പരിഹസിക്കുമായിരുന്നു. രാഷ്ട്രീയ നിലപാടില്ലാത്ത ഉത്തരേന്ത്യൻ വൃത്തികെട്ടവന്മാരെക്കുറിച്ച് നമ്മൾ തമാശ കഥകൾ പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിവിടെ പതിവായി മാറി. ഓരോ തെരഞ്ഞെടുപ്പിനും മുമ്പ് ആരൊക്കെ എങ്ങോട്ട് പോകുന്നു എന്നറിയാത്ത സാഹചര്യം. എത്ര കോൺഗ്രസ്സുകാർ BJPയിലും CPMയിലും പോയി എന്ന് അവർക്ക് പോലും നിശ്ചയമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കോൺഗ്രസ്സുകാരൻ CPM ആയപ്പോൾ ഒരു BJPക്കാരൻ കോൺഗ്രസ് ആയി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്നവരുടെ എണ്ണം പെരുകി വരുന്നതിനിടയിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത പല മാറ്റങ്ങളും രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നു. അതിൽ ഒന്ന്, ഇന്നലെ വരെ പിണറായി വിജയന്റെ അടുക്കളയിൽ ഇരുന്നു കൊണ്ട് വൃത്തികേടുകൾ മാത്രം വിളിച്ചു പറഞ്ഞ് CPMന്റെയും പിണറായിസത്തിന്റെയും മൊത്ത വ്യാപാരിയായി, സൈബർ ഗുണ്ടായിസത്തിന്റെ വക്താവായി, സൈബർ ഗുണ്ടകളുടെ നേതാവായി വിലസിയിരുന്ന PV അൻവർ എന്ന നിലമ്പൂർ MLA പിണറായി വിരുദ്ധനായി മാറിയതാണ്. മറുനാടൻ കഴിഞ്ഞ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ വ്യാജമാണെന്നാരോപിച്ച് അഴിമതിക്കാരനായ, സ്വജനപക്ഷപാതിയായ, അഹങ്കാരിയായ പിണറായിസ്റ്റ് വൃത്തികേടുകളുടെ എല്ലാ അലങ്കാരങ്ങളും പേറുന്ന PV അൻവർ മറുനാടൻ പറഞ്ഞതൊക്കെ സുപ്രഭാതത്തിൽ ശരിയാണെന്ന് പറയുന്നു. മറുനാടൻ പിണറായിക്കെതിരെ ഉയർത്തിയ വിമർശനങ്ങളൊക്കെ അതിൻ്റെ അങ്ങേ തലക്കിലേക്ക് കൊണ്ടുപോയി അതൊക്കെയാണ് ശരിയായ കാര്യങ്ങൾ എന്ന് പറയുന്ന തരത്തിലേക്ക് അൻവർ മാറുന്നു. അങ്ങനെ പിണറായിയുടെ ഏറ്റവും വലിയ എതിരാളിയായി മാറിയ അൻവർ പല വാതിലുകളും പോയി മുട്ടി നോക്കി തന്നെ സ്വീകരിക്കുമോ എന്നറിയാൻ. അൻവർ CPM വിട്ട് പുറത്തേക്ക് വന്നപ്പോൾ വലിയ സ്വീകാര്യതയായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം CPM സംഘപരിവാറിന്റെ അജണ്ടയാണ്, ഏജന്റാണ് എന്ന ഒരു തോന്നൽ ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കാൻ അൻവർ വിജയിച്ചു എന്നതാണ്. അതുകൊണ്ട് തന്നെ തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാരെല്ലാം അൻവറിന് ചുറ്റും ഓടിക്കൂടി. എന്നാൽ അവരൊക്കെ അടിസ്ഥാനപരമായി അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അൻവറെ ഉപയോഗിച്ചു എന്നല്ലാതെ അവരാരും അൻവർ ഭക്തരായിരുന്നില്ല. SDPIക്കാരും വെൽഫെയർ പാർട്ടിക്കാരും ഒക്കെ പരസ്യമായി അൻവറിന് വേണ്ടി രംഗത്ത് വരികയും മറുവശത്ത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ രഹസ്യ പിന്തുണ ഉണ്ടാവുകയും ചെയ്തു. അത് കണ്ട് മതിമറന്ന അൻവർ വിചാരിച്ചു താനായിരിക്കും ഇനി അടുത്ത കേരള മുഖ്യമന്ത്രി എന്ന്. അങ്ങനെ സ്വന്തമായൊരു പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടി വെച്ച് വിലപേശാൻ ഇറങ്ങി. വിലപേശലിൽ കോൺഗ്രസ് വീഴാതെ വന്നപ്പോൾ കോൺഗ്രസിനെ പാഠം പഠിപ്പിക്കാൻ പാലക്കാടും ചേലക്കരയിലും മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. കോൺഗ്രസ് തിരിഞ്ഞു നോക്കിയില്ല. ഒടുവിൽ പാലക്കാട് BJP ജയിച്ചാൽ അത് തനിക്ക് പഴിയാകുമെന്ന് കരുതി അവിടെ നിന്ന് പിന്മാറി. വാസ്തവത്തിൽ അൻവർ എടുത്ത ഏറ്റവും മികച്ച രാഷ്ട്രീയ തീരുമാനമായിരുന്നു പാലക്കാട് മത്സരിക്കാതിരിക്കുക എന്നത്. പാലക്കാട് അൻവർ മത്സരിച്ചിരുന്നെങ്കിൽ 1000-ഓ 2000-ഓ വോട്ട് കിട്ടുകയും അതോടെ അൻവർ തികച്ചും അപ്രസക്തനാവുകയും ചെയ്യുമായിരുന്നു. ചേലക്കരയിൽ അൻവർ SDPIയുടെ പരസ്യ പിന്തുണയോടെ മത്സരിച്ചിട്ടും SDPI ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കിട്ടുന്ന വോട്ട് പോലും നേടാതായതോടെ ആർക്കും വേണ്ടാത്ത ഒരു എടുക്കാച്ചരക്കായി മാറുന്നു. തമിഴ്നാട്ടിലെ DMKയുടെ കാലിൽ പിടിച്ചു, നടന്നില്ല. ബംഗാളിലെത്തി മമതയുടെ കാലിൽ പിടിച്ച് തൃണമൂലാകാൻ ശ്രമിച്ചു, നടന്നില്ല. UPയിലെത്തിയ അഖിലേഷ് യാദവിനോട് SP-യുടെ കേരളത്തിലെ കുത്തകാവകാശം നൽകാമെന്ന് ചോദിച്ചു, നടന്നില്ല. എന്തിനേറെ മായാവതിയുടെ BSPയിൽ പോലും ചേരാനുള്ള ശ്രമം നടത്തി. നിതീഷ് കുമാറിന്റെ ജനതാദൾ BJPക്കൊപ്പമായിട്ടും അൻവർ പരിശ്രമിക്കാതിരുന്നില്ല. അങ്ങനെ സകല വാതിലുകളും മുട്ടി പരാജയപ്പെട്ട അൻവർക്ക് ഇനി പിടിച്ചു നിൽക്കാൻ മറ്റു വഴികളൊന്നുമില്ല. ഇപ്പോഴിതാ അൻവർ കോൺഗ്രസ്സുകാരനാവുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അൻവർ കോൺഗ്രസ്സിൽ വന്നാൽ കോൺഗ്രസിന് നഷ്ടമേയുള്ളൂ, ലാഭമൊന്നുമില്ല എന്ന് തിരിച്ചറിയാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയുന്നില്ല. CPMന്റെയും പിണറായിയുടെയും വൃത്തികേടുകളുടെ പ്രതീകമായി ജനങ്ങൾ വെറുത്ത നവമുതലാളിത്തത്തിന്റെയും വൃത്തികേടുകളുടെയും ക്രിമിനൽ പ്രവർത്തികളുടെയും നിരപരാധികളെ വേട്ടയാടുന്ന വൃത്തികേടുകളുടെയും ഒക്കെ പ്രതീകമാണ് അൻവർ എന്നതുകൊണ്ട് തന്നെ അൻവറെ കൂടെ ചേർത്താൽ 10 വോട്ട് നഷ്ടപ്പെടുമെന്ന് തിരിച്ചറിയാതെ കോൺഗ്രസ് നേതാക്കൾ അൻവറെ കൂടെ ചേർക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് വാർത്തയാണ് പുറത്തു വരുന്നത്. നാളെ അൻവർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് കോൺഗ്രസിന്റെ MP ആയി, കോൺഗ്രസിന്റെ സൈബർ ഗുണ്ടയായി മാറിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷെ മറ്റന്നാൾ കോൺഗ്രസ് നേതാക്കളുടെ ചെവി കടിച്ചു തിന്ന് അൻവർ അവർക്കെതിരെയും രംഗത്ത് വരുമ്പോൾ ഇന്ന് എതിർക്കുന്ന CPMകാർ അൻവറെ ചേർത്ത് പിടിക്കും എന്ന് കോൺഗ്രസ് നേതാക്കൾ മറന്നു പോകുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ 150 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് നടത്തിയെന്ന് നിയമസഭയിൽ ആരോപിക്കുകയും അത് കോടതി വരെ കേസാവുകയും ചെയ്തതൊന്നും കോൺഗ്രസ് നേതാക്കൾ മറന്നാലും കോൺഗ്രസ് പ്രവർത്തകർ മറക്കില്ല. അത്തരമൊരു വൃത്തികെട്ട മനുഷ്യനെ ആരിടനില നിന്ന് ഒപ്പം ചേർക്കാൻ ശ്രമിച്ചാലും അത് കോൺഗ്രസിന്റെ നാശത്തിനേ കാരണമാകൂ എന്നവർ തിരിച്ചറിയണം. പക്ഷെ വിനാശകാലെ വിപരീത ബുദ്ധി എന്നതാണല്ലോ ചൊല്ല്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ആർക്കും വേണ്ടാത്ത വണ്ടിച്ചെക്കായി അവസാനിക്കാനുള്ള PV അൻവറിനെ
ജീവൻ കൊടുക്കാൻ ഏത് കോൺഗ്രസ് നേതാവ് ശ്രമിച്ചാലും അവർ ചരിത്രത്തോട് ചെയ്യുന്നത് അങ്ങേയറ്റത്തെ ക്രൂരതയാവും. ഒരു വശത്ത് CPM സൈബർ പോരാളിയായിരുന്ന അൻവർ കോൺഗ്രസ്സുകാരനാകുന്ന വിചിത്ര സംഭവം അരങ്ങേറുമ്പോൾ, മറുവശത്ത് മഹാനായ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയുമ്മൻ നാളെ CPM കാരനാകുന്നതിന്റെ ലക്ഷണങ്ങൾ കാട്ടി തുടങ്ങി. താനൊരു മഹാസംഭവമാണ്, ഉമ്മൻചാണ്ടിയുടെ യഥാർത്ഥ പിൻഗാമിയാണ് എന്ന് കരുതി ജീവിക്കുന്ന ചാണ്ടിയുമ്മൻ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ കോൺഗ്രസ് നേതൃത്വത്തെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകരുടെ താല്പര്യമോ നേതൃത്വത്തിന്റെ അഭിപ്രായമോ പരിഗണിക്കാതെ താൻ പോരിമയോടെ ജനവിരുദ്ധമായ നിലപാടുകൾ എടുത്ത് മുമ്പോട്ട് പോവുകയാണ് ചാണ്ടിയുമ്മൻ. ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഒരിടത്തും സജീവമാകാതെ താനില്ലെങ്കിൽ ഭൂമി കുലുങ്ങി കോൺഗ്രസുകാർ തോറ്റുപോകുമെന്ന് കരുതിയിട്ട് ഒന്നും സംഭവിക്കാതിരുന്നിട്ടും ഒടുവിൽ തന്നെ ക്ഷണിച്ചില്ല, തനിക്ക് ചുമതല നൽകിയില്ല എന്ന് പരാതിയുമായി രംഗത്ത് വരുന്നു. അതിനിടയിൽ അവസരം കിട്ടുമ്പോഴെല്ലാം പിണറായി വിജയൻ എന്ന ജനം വെറുക്കുന്ന നേതാവിനെ ന്യായീകരിച്ച് വശം കെടുകയാണ് ചാണ്ടിയുമ്മൻ. അമൃത ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ നടി ആനി ഒരു ചോദ്യം ചോദിച്ചു, എതിർ രാഷ്ട്രീയ പാർട്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾ ആരാണെന്ന്. അപ്പോൾ ചാണ്ടിയുമ്മൻ ആനിയോട് പറഞ്ഞത് പിണറായി വിജയൻ എന്നാണ്. പിണറായിയെ പോലെ മഹാനായ ഒരു നേതാവിനെ കണ്ടിട്ടില്ലത്രേ. പ്രതിസന്ധി ഘട്ടത്തിൽ തൻ്റെ പിതാവിനെ ചേർത്ത് പിടിച്ചത് പിണറായി ആണത്രേ. നിരപരാധിയായ ഉമ്മൻചാണ്ടിയെ വേട്ടയാടി ഇല്ലാതാക്കാൻ പിണറായി വിജയൻ കാട്ടിയ ക്രൂരതയും അതിൻ്റെ ഭീകരതയും തന്നെയാണ് ഉമ്മൻചാണ്ടി മരണശേഷം ഇത്രയും മഹാനായി മാറാൻ പ്രധാന കാരണങ്ങളിൽ ഒന്ന്. എന്തുകൊണ്ട് മരിച്ചുപോയി ഉമ്മൻചാണ്ടിയെ ജനങ്ങൾ ഇത്രയേറെ ഇഷ്ടപ്പെട്ടു എന്നതിൻ്റെ ഉത്തരം ജീവിച്ചിരിക്കുന്ന പിണറായിയെ അവർ വെറുക്കുന്നു എന്നത് തന്നെയാണ്. പിണറായിയോടുള്ള വെറുപ്പിൻ്റെ ആഴം കൂടുന്നത് ഉമ്മൻചാണ്ടിയോടുള്ള വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആഴം കൂടുന്നതിന് കാരണമായി എന്ന് മകൻ ചാണ്ടിയുമ്മന് മാത്രം തിരിച്ചറിയുന്നില്ല. തൻ്റെ പിതാവിനെ നാണം കെടുത്താവുന്നതിൻ്റെ അങ്ങേയറ്റം വരെ നാണം കെടുത്തി, സകല സംഘങ്ങളെക്കുറിച്ചും അന്വേഷണം നടത്തി, എന്നിട്ടും നടക്കാതെ വന്നപ്പോൾ CBIയെ കൊണ്ടുവരെ പ്രകൃതി വിരുദ്ധ പീഡനം എന്ന വ്യാജ കഥയുണ്ടാക്കി അകത്താക്കാൻ ശ്രമിച്ച പിണറായി വിജയനെ ചേർത്ത് പിടിക്കാൻ, മഹാനാണെന്ന് പറയാൻ ചാണ്ടിയുമ്മന് മാത്രമേ സാധിക്കുകയുള്ളൂ. കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ് പിണറായിയെ ചേർത്ത് പിടിച്ച് നാളെ പോരാളി ഷാജിയാവാനുള്ള പടപ്പുറപ്പാടിലാണ് ചാണ്ടിയുമ്മൻ. ഇങ്ങനെ പോയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ജയിക്കുമോ എന്ന കാര്യം കണ്ടറിയണം എന്ന് കഴിഞ്ഞ ദിവസം മറുനാടന് പറഞ്ഞതുകൊണ്ട് ചെറിയ മാറ്റമുണ്ടായി എന്ന് പുതുപ്പള്ളിക്കാർ പറയുന്നുണ്ട്. ഇപ്പോൾ പഴയ കടമൊക്കെ വീട്ടിക്കൊണ്ട് വീടുകളിൽ പോകാൻ തുടങ്ങി എന്നാണ് വാർത്ത. ഉമ്മൻചാണ്ടിയോട് ചേർന്ന് നിന്നവരെയൊക്കെ അകറ്റി നിർത്തിയിരുന്ന ചാണ്ടിയുമ്മൻ ഇപ്പോൾ അവരെയൊക്കെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നല്ല കാര്യമാണ് എന്ന് കരുതുമ്പോഴും പിണറായിയോടുള്ള ചാണ്ടിയുമ്മൻ്റെ ഈ പ്രണയം അത് അതിര് കവിഞ്ഞതാണ്. അത് കോൺഗ്രസ് പ്രവർത്തകരെ നിരാശപ്പെടുത്തുന്നതാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിരുദ്ധ വോട്ടുകൾ കേരളത്തിൽ നിർണായകമാകുമ്പോൾ പിണറായിയെ ചേർത്ത് പിടിക്കുന്ന, പിണറായി മഹാനാണെന്ന് പറയുന്ന ചാണ്ടിയമ്മന് വോട്ട് ചെയ്യാൻ എങ്ങനെ കോൺഗ്രസുകാർക്ക് കഴിയും? അതേ വിചിത്രമാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. പിണറായി സത്തിന്റെ വക്താവായി സൈബർ ഗുണ്ടയായി പോരാളി ഷാജിയായി മാറിയ PV അൻവർ കോൺഗ്രസ് സൈബർ പുലിയായി രംഗത്ത് വരാൻ ഒരുങ്ങുമ്പോൾ സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ മകൻ പിണറായിയോടൊപ്പം ചേർന്ന് നിന്ന് പോരാളി ഷാജിയാവുന്ന കാലവും വിദൂരമല്ല എന്നതിനെ വിചിത്രമെന്നല്ലാതെ എന്ത് വിളിക്കാൻ?